ഗൈസ് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ട്രാവൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഫുള്ള് കാണുക. കാരണം എന്താ പറയുക, ഞാനൊരു വ്ളോഗ് ചെയ്യുന്ന പോലെ അല്ല ചെയ്തേക്കുന്നത്. ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു അനുഭവങ്ങൾ, എനിക്ക് തോന്നിയ ഫീലിങ്സ് ഞാൻ അതേപോലെ തന്നെ പകർത്തി വെച്ചേക്കാണ്. അല്ലാതെ ഒരു വ്ളോഗിൽ ഇങ്ങനെ വേണം, ആ രീതിയിൽ സംസാരിക്കണം, ഈ രീതിയിൽ സംസാരിക്കണം, അങ്ങനെയൊന്നും അല്ല ചെയ്തേക്കുന്നത്. എൻ്റെ എന്താണ് എനിക്ക് തോന്നുന്നത് അത് അതേപോലെ തന്നെ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. താഴെ കൂടെ എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം ഹെയർ പിന്നിലൊക്കെ ഇവരിങ്ങനെ ഇളക്കിയിട്ടേക്കാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റത്തില്ല. MRF ടയർ അത്യാവശ്യം ചെറിയ ചെറിയ ഡാമേജ്, സ്ക്രാച്ചസ് അത്യാവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് താഴോട്ടൊന്ന് ഇറക്കിയിട്ട് ഒന്നും കൂടെ മേലോട്ട് പോയി താഴെ കൂടെ, അതായത് റോഡിൻ്റെ സൈഡിൽ കൂടെ പോകാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യും. വിജയിച്ചില്ലെങ്കിൽ തിരിച്ചു പോകും. ഇത് ഞാൻ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് വന്നായിരുന്നെങ്കിൽ ഈ കാടിനകത്ത് ഞാൻ ആരെ വിളിക്കാൻ. എന്തൊക്കെ ബിൽഡപ്പായിരുന്നു. എല്ലാം നാണ്ട കിടക്കുന്നു, തേഞ്ഞ് കിടക്കുന്നു. മൂന്നാല് ടീംസ് വരുന്നുണ്ട് ഗൈസ്, നമുക്ക് അവരുടെ ഹെൽപ്പ് ചോദിക്കാം. ബ്രോ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരുമോ? ഒന്ന് തെള്ളി അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? ഇങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി. വണ്ടി ഞാനിവിടെ തള്ളണം, വലിയ വെയിറ്റ് ആയതുകൊണ്ട് ഭയങ്കര പാട്. അല്ലെങ്കിൽ പുറമോട്ട് ഇറക്കി ഇങ്ങോട്ട് വെച്ചാലും മതി. ഭയങ്കരമായിട്ട് മെനക്കെട്ടായി. ബാക്കിലോട്ട് വലിക്കുക, അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി. എൻ്റെ അമ്മച്ചി വീടല്ല, അങ്ങോട്ട് വീടല്ലേ. അങ്ങോട്ട് ഫ്രണ്ട് വീലും കൂടെ ഇറക്കിയാൽ മതി. വീടല്ലേ വീടല്ലേ, അമ്മേ. ഓക്കെ സെറ്റ്. 10-15 മിനിറ്റ് ഇവിടെ കിടക്കുക. കയറിപ്പോ, നിങ്ങൾ കയറിപ്പോയേ, വണ്ടി കയറുമല്ലേ, സൈഡിൽ കൂടെ പോയത്. ഇതേ ഉള്ളോ? ഞാൻ വെച്ച് തിരിച്ചു കൊണ്ട് വരുമെന്ന് വിചാരിച്ചിരിക്കുക. ശരിയെന്നാ, താങ്ക് യു. ഉമ്മേ ആ ക്യാമറ ഓൺ. എൻ്റെ ഗൈസ് ആ പാടെ പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതി. നല്ല പെടൽ പെട്ടുപോയി. ഒന്നും പറയണ്ട, ചെറിയ രീതിയിൽ സ്ക്രാച്ച് ആയിട്ടുണ്ട്. അവർ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഞാനവിടെ കടന്നേനെ. പിന്നെ ഇവിടുത്തരം ഭാഗത്തേ ഉള്ളെന്ന് അവർ പറഞ്ഞതേ, മേലോട്ട് അത് ഒരുപാടില്ല, ഇവിടെ ഒരു ഇത്തിരി ഭാഗത്തേ ഉള്ളൂ. അതൊരു സമാധാനം. കാരണം അവിടുന്ന് ഭയങ്കരമായിട്ട് പാനിക്കായി, ദേഹം മൊത്തം കുഴഞ്ഞ്. ഞാൻ പിന്നെ ഇവിടെ നിർത്തിയപ്പോൾ ഗോപ്രോയുടെ ചാർജും കഴിഞ്ഞ്. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വണ്ടി നിർത്തി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഗോപ്രോയുടെ ബാറ്ററി മാറ്റിയിട്ട് ഇനി നമുക്ക് നൈസായിട്ട് കയറിപ്പോവാം. ഇപ്പം കൈയൊക്കെ ഒന്ന് സെറ്റായി, കാരണം ഇത്രയും വെയിറ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചിട്ടേ അനങ്ങാൻ വയ്യായിരുന്നു. എനിക്കാണെങ്കിൽ വണ്ടി മറിഞ്ഞ് വീഴുന്ന എനിക്കിങ്ങോട്ട് ഓർക്കാൻ പോലും വയ്യ. എനിക്കതാ ഈ പേടി, വണ്ടി വീഴുമെന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിൽ കിടക്കുന്നു. ഇത്രയും ഭാഗത്തേ ഉള്ളെന്നാണ് പറഞ്ഞു. ഇനി നമുക്ക് കയറിപ്പോവാം, ഇനി സുഖമായിട്ട് കയറിപ്പോവാം. കാരണം കല്ലിളകി കിടക്കുന്നോണ്ടേ ഇങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇത് കണ്ടോ, ഇവിടൊക്കെ അവന്മാർ ഇങ്ങനെ ഇളക്കിയിട്ടിരുന്നെങ്കിൽ ഞാൻ എന്തോ ചെയ്തേനെ. ഇവിടെ നിന്ന് ഒരു കാരണവശാലും വണ്ടി കയറത്തില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ച് പോവാം എന്നൊരു മൈൻഡിൽ ഞാൻ നിന്നത്. പക്ഷെ അങ്ങനെ ഒരു മൈൻഡ് നിന്നപ്പോഴാണ് അവർ പറഞ്ഞ് ഇച്ചിരി ഭാഗത്തേ ഉള്ളൂ, ഇവിടെ ഇത്രയും ഭാഗത്തേ ഉള്ളൂ, മേലോട്ട് നോർമൽ റോഡാണെന്ന് പറഞ്ഞ്. അവരതാണെങ്കിൽ മറ്റില്ല റോളർ കൊണ്ടങ്ങ് ഉറപ്പിച്ച് വെച്ചായിരുന്നെങ്കിൽ സീനില്ലായിരുന്നു. നിങ്ങളൊരു ഓഫ് റോഡ് ബൈക്ക് എടുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഓഫ് റോഡ് അത്യാവശ്യം ഇഷ്ടമാണ് എങ്കിൽ എന്താ ചെയ്യുക,
നേരെ പോയി എക്സ്പ്രസും എടുക്കുക. അത് തന്നെ നല്ലത്. നിങ്ങൾക്ക് പൊക്കം വണ്ണമൊക്കെ കുറവാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. പൊക്കം വണ്ണമൊക്കെ കുറവുള്ള ആളാണെങ്കിൽ നേരെ പോയി എക്സ്പ്രസ് എടുത്താൽ മതി. ഇപ്പോൾ യമഹയുടെ ക്രോസർ എന്ന് പറഞ്ഞൊരു ബൈക്ക്, അതിനെ ഡീറ്റെയിൽസ് ഞാൻ കണ്ടില്ല, ഇറങ്ങിയിട്ടുണ്ട് എന്ന് ജസ്റ്റ് ഒരു ന്യൂസ് ഞാൻ കണ്ടു, അത്രയേ ഉള്ളൂ. ഇത് കണ്ട, ഇത് എവിടെയൊക്കെ ടാർ ചെയ്തടേ. ഇവിടുത്തെ ഓഫ് റോഡും കൂടെ അവിടെ തന്നെനിക്ക് ഇവിടെയൊക്കെ ടാർ ചെയ്ത്. അങ്ങനെ റോസ് മലയിലേക്കുള്ള വഴി സുന്ദരമായ വഴിയായി. കുഴപ്പമില്ല, വണ്ടിയെങ്കിലും ഡാമേജ് ആവാതിരിക്കുമല്ലോ. പാവം പിടിച്ച വണ്ടിക്കാർക്കും പോകണ്ടായി, കയറി പോകണ്ടായി. കുറച്ച് ഭാഗത്തേ ഉള്ളൂ ടാറിങ്, വീണ്ടും കിടക്കുക. അപ്പുറത്ത് ഇതെന്താണ്, മഴവില്ല. അമ്മേ, ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പീഡ് കയറി പോയില്ലെങ്കിൽ ഒരു രക്ഷയും കാണത്തില്ല, ഒരു സമാധാനം കാണത്തില്ല. ഭഗവാനെ, വീഴാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ആ കാറുകാരൻ നാണ്ടെ ഇറങ്ങി വരുന്നത്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ, തുടങ്ങി നിൽക്കടോ. വാ, ഇവിടൊക്കെ എൻ്റെ ഷൈനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അവിടെ കണ്ടാന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വീണ മണ്ണളായി കിടന്നത്. ഇതാണ് അവിടെ വീണ. ഇയാൾ എന്നെയും കൂടെ മറിച്ചിട്ടൂല്ലേ കാറുകാരൻ. ഇയാൾ എന്നെ മറിച്ചിട്ട് ആളെല്ലാ പരിപാടിയും കാണിക്കുന്നുണ്ട്. ഇയാളുടെ പുറമെ പോയി കഴിഞ്ഞാൽ ഞാനും മറിഞ്ഞടിച്ചിട്ട് വീഴും. എൻ്റെ പുറമെ ഞാൻ വീഴും. മനുഷ്യൻ എന്നെ ഒന്ന് കയറ്റി വിടറൂ. സാമാന്യ ബോധമില്ലാത്ത കിഴങ്ങനൊക്കെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങും. ഇങ്ങനെ പോകും. ഒരു കയറ്റത്താണെങ്കിൽ നല്ല കട്ട ഓഫ് റോഡ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ പയ്യെ ക്ലച്ച് താങ്ങി അങ്ങ് കയറി പോയാൽ മതി. അല്ല പിന്നെ അയാൾക്ക് അവിടെ വണ്ടിക്കകത്ത് സുഖമായിട്ട് മലന്നിരുന്ന് ക്ലച്ച് താങ്ങി പോയാൽ മതി. ബൈക്ക് എങ്ങനെ പയ്യെ പോയി കഴിഞ്ഞാൽ മറിഞ്ഞടിച്ചിട്ട് അവിടെ കിടക്കത്തേ ഉള്ളൂ. ബൈക്ക് അത്യാവശ്യം റബ്ബ് ചെയ്ത് പിടിച്ച് കയറി പോയാൽ ഇങ്ങനെയുള്ള കയറ്റത്തുള്ള ഓഫ് റോഡൊക്കെ കയറി പോകത്തുള്ളൂ. ബൈക്കിന് 2 വീലും കാറിന് 4 വീലും എന്നുള്ള കാര്യമൊന്നും കുമാർ ചിന്തിക്കത്തില്ല. ഇത് നല്ലൊരു ഹെയർ പിന്നാണ് കേട്ടോ. ഇതിലേ കൂടെ അത്യാവശ്യം വേറെ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നൈസായിട്ട് വണ്ടി നിർത്തിയെടുക്കേണ്ടി വരും. കുഴപ്പമില്ല, വലിയ ഫീൽ. എൻ്റെ അമ്മോ, ഇതാണ് എൻ്റെ ഹോണ്ട ഷൈനും ഡോമിനാറും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ്. ഞാൻ അന്ന് എനിക്ക് ഗോപ്രോ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഞാൻ എങ്ങനെയാണ് ഈ റോഡിൽ കൂടെ ഒക്കെ ആ ഷൈൻ ഒട്ടിച്ചുകൊണ്ട് കയറിയതെന്ന്, അതും പില്ലിയണ ഇരുത്തിക്കൊണ്ട് ഓടിയതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് റിവ്യൂ ചെയ്ത് പിടിച്ച് എനിക്ക് എന്തോ എടുത്താൽ പൊങ്ങാത്ത ഭാരം ഞാൻ എടുക്കുന്ന പോലൊരു ഫീലായിരുന്നു. പക്ഷെ ഇത് നോക്കിയാൽ ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും ചെയ്തു, ഇത് അത്യാവശ്യം നല്ലൊരു എയർപിനാണ്, എനിക്ക് നിർത്തിയെടുക്കേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ എടുത്തത് എങ്ങനെ വളരെ സ്മൂത്തായിട്ടാണ് എടുത്തത്. ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം ഇതൊക്കെ ഒന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോമിനാറും ബുക്ക് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നത്. സത്യം പറയല്ലേ, എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ യാത്ര ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഭൂരിഭാഗം. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ യാത്രയെ ഇഷ്ടപ്പെട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ. ഇതുണ്ടോ, ഇവിടുന്ന് ഇടത്തോട്ടാണ് രാജാത്തോട്ടം പോകുന്നത്. എൻ്റെ ബോർഡ് ഇരിക്കുന്നുണ്ടോ? അമ്മേ, അയ്യോ, ഭയങ്കര ഇറക്കമായിരുന്നു കേട്ടോ ഇടത്തെ സൈഡ്. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ടാണ് രാജാത്തോട്ടം. അടി തട്ടിയിട്ടില്ല ഗൈസ്, അടി തട്ടിയിട്ടില്ല, തോന്നിയതാണ്. ഇവിടുന്ന് ഇടത്തോട്ട് രാജാത്തോട്ടം, വലത്തോട്ട് റോസ്മലയാണ് ഗൈസ്. നമുക്കിവിടുന്ന് വലത്തോട്ട് പോവാം. വാട്ട് ഹാപ്പൻഡ്? സ്റ്റാൻഡ് ഇട്ടേക്ക്. ഞാൻ എന്തൊരു പൊട്ടൻ, ഞാനൊന്ന് പേടിച്ച് സ്റ്റാൻഡ് ഇട്ടിട്ടേ ഗിയർ ഇട്ട് വെച്ചിരുന്നു. വനസംരക്ഷണ സമിതിയുടെ ബോർഡൊക്കെയാണ്. അങ്ങോട്ട് കയറുന്ന നിയമവിരുദ്ധമാണ്, കാരണം കാടാണ്. അവിടേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. കയറി കഴിയുന്നത് ഫോറസ്റ്റുകാർ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്, ഞാനും പോയിട്ടുണ്ട്. ഇവിടെ മൊത്തം ആനപ്പിണ്ടം കിടക്കുന്നത് കർത്താവേ. അതുകൊണ്ട് ആ റോഡ് മൊത്തം ആനപ്പിണ്ടം, നിങ്ങൾക്ക് കാണാമോ ഗൈസ്? അയ്യോ, ആനയാ. എനിക്ക് ഒന്നാമതാണെങ്കിൽ വേനൽ, ഇപ്പോൾ ഞാൻ ഒരുപാട് കാട്ടിനകത്തോടെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് പേടി തോന്നുന്നത് എന്താണെന്നറിയാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, വേനൽക്കാലം ആകുമ്പോൾ ആനകൾ
വെള്ളം കിട്ടാതെ റോഡിലിറങ്ങി കുറേ അക്രമം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു ഉത്സവ സീസൺ ആകുമ്പോൾ ആന ഇടയുന്ന പരിപാടിയില്ല, അതേപോലെയാണ് വേനൽക്കാലം ആകുമ്പോൾ ആനകൾ റോഡിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പരിപാടി. അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ. കാരണം കൂടുതലായിട്ട് ആനകൾ റോഡിൽ കാണാൻ സാധ്യതയുണ്ട്. ഇവിടെ മൊത്തം ആനപ്പിണ്ടം കിടക്കുന്ന ആനപ്പിണ്ടം. ഇവിടെ വെള്ളം ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്ന ആനകൾ. അതിൻ്റെ സൈഡിൽ വെള്ളം കണ്ടോ ഭഗവാനെ. ഇത്രയും വലിയ വണ്ടി ഞാൻ എങ്ങനെ എടുത്തോണ്ട് ഓടാനാ? എനിക്ക് സത്യം പറയാം, എനിക്ക് പേടി തോന്നുന്നുണ്ട്. റോസ്മലയിൽ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിൽ റോഡിൽ ഇങ്ങനെ ഇത്രയും ആനപ്പിണ്ടം ഞാൻ കണ്ടിട്ടില്ല. ഇതിലേക്കൂടെ ആന ഇറങ്ങി പോയ വഴിയുണ്ട്, ഇടിച്ചു പൊളിച്ച വഴി കിടക്കുന്നുണ്ട്. അയ്യോ, ഒറ്റയ്ക്കേ ഉള്ളൂ, അതാണ് എനിക്ക് പേടി. റോസ്മല വന്നിട്ട് നമുക്ക് ഒരുപാട് നാളായില്ല റോസ്മലയിലോട്ട് വന്നിട്ട്. ഭഗവാൻ വേറെ കുറച്ച് ബൈക്കാരെങ്കിലും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ. ഫ്രണ്ടിലൊക്കെ കുറേ അവന്മാർ പോയി, ഇവന്മാരൊക്കെ വെച്ചാനത്തി അങ്ങ് പോയെന്ന് വന്നു. അത് ഇവന്മാർ ബൈക്കോട് കൂടി ആന എടുത്ത് വിഴിയുമെന്ന് പറഞ്ഞു കൂടാല്ലോ. ഇവിടെ ആയിരുന്നു നമുക്ക് വാട്ടർ ക്രോസിങ് കിട്ടുന്നത് കേട്ടോ. ഇവിടെയാണ് ഞങ്ങളിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ ആ സൗണ്ട് കേട്ടോ, കാടിൻ്റെ സൗണ്ട് കേട്ടോ നിങ്ങൾ. ഏറ്റവും മോനെ ഫീൽ ആ കാടിൻ്റെ സൗണ്ട് കേട്ടോ. ആ സൗണ്ട് കേട്ടോ. കുറേ വണ്ടികൾ വരുന്നുണ്ട്, നമുക്കിവിടെ ഒതുക്കി കൊടുക്കാം. ഒരു കയറി പോട്ട്. ആ സൗണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പേരും നമ്പരും ഒക്കെ എഴുതി കൊടുക്കേണ്ടി വരും കേട്ടോ. അമ്മേ, നമ്പര് പോട്ടെ. ഗൈസ്, നമ്മുടെ വണ്ടിയുടെ നമ്പർ ബൈക്കാണോ കാറാണോ എന്നുള്ളത് എഴുതണം, നമ്മുടെ സ്ഥലം എഴുതണം, പിന്നെ നമ്മുടെ ഫോൺ നമ്പറൂടെ എഴുതാനുള്ള ഓപ്ഷനുണ്ട്. അത് പുള്ളി എന്താ വേണമെങ്കിൽ എഴുതിയാൽ മതി എന്നുള്ളൊരു മൈൻഡാണ്, നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. അതല്ലേ മെയിനായിട്ട് വേണ്ടത്. പക്ഷേ പാവം പിടിച്ചൊരു മനുഷ്യൻ കേട്ടോ, വളരെ സാധുവായിട്ടൊരു മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത്. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഞാനും എൻ്റെ വൈഫും കൂടെ ഒരിക്കൽ വന്നപ്പം, അതായത് മാരേജ് കഴിയുന്നതിന് മുന്നേ ഒരു തവണ നിങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടെ മൊത്തം ചെളിയായിരുന്നു. ചെളി എന്ന് പറഞ്ഞുണ്ടല്ലോ, വണ്ടിയുടെ ടയറിൻ്റെ കാൽ ഭാഗവും പൂടിന്ന് പോകുന്ന ചെളി. വണ്ടി അനങ്ങുന്നില്ല. അപ്പോൾ ചെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി തെന്നി അങ്ങ് പോയി. സൈഡ് കണ്ടോ, ഈ ഇറക്കം ഇവിടെയൊക്കെ അങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഭയങ്കര പാടുപെട്ട ഞാൻ ഈ ഇതിലേക്കൂടെ വന്ന് വണ്ടി ഓടിച്ചത്. എന്നെ ഷൈന് എന്നാണ് പാടുപെട്ടെന്നറിയാം. ഇപ്പം നോക്കിയേ, ഇവിടെ മൊത്തം കല്ലിട്ടിട്ട് അത്യാവശ്യം നൈസായിട്ട് ഇത് വിശ്വസിക്കണ്ട, ഇത് മൊത്തം ചെളിയാവും. കാരണം മണ്ണാണ് കൂടുതൽ. ഈ മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ മണ്ണെല്ലാം കൂടെ ഒലിച്ച് ചെളിയായി കുഴഞ്ഞിട്ട് ഈ കല്ലെല്ലാം ഇളവും. ആ സമയത്ത് ഭയങ്കര ഡേഞ്ചറാണ് ഈ സാധനം. നമ്മൾ തെന്നി അടിച്ചിട്ട് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സാവധാനം പയ്യെ കയറി വന്നാൽ മതി. വളരെ സ്മൂത്തായിട്ട് ഇറങ്ങി പോയാൽ മതി. എൻജോയ് ചെയ്ത് ഓടിക്കാനാണെങ്കിൽ അടിപൊളി സ്ഥലമാണ്, രക്ഷയില്ലാത്ത സ്ഥലമാണ്. പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കും റോസ്മലി വന്നിട്ടില്ലാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കും റോസ്മലി എന്ന് പറയുന്നത് ഭയങ്കര മാരകമായൊരു സംഭവമാണ്, ഭീകരമായ സ്ഥലമാണ്, ഭീകര വ്യൂ പോയിൻ്റ് ആണ് എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മൾ റോസ്മലയിലോട്ട് വരുന്ന ഈ ഒരു കാട്ടിനകത്തൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോസ്മലയിലോട്ട് മെയിനായിട്ട് വരുന്നത്. അവിടെ ചെന്ന വ്യൂ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യൂ ഉണ്ട്, പക്ഷേ അത് ഭീകരമായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. നമുക്ക് അത് അങ്ങോട്ട് ചെല്ലുമല്ലോ, നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കുറയാം. അല്ലാതെ സിനിമയുടെ ക്ലൈമാക്സ് നമ്മൾ സിനിമയ്ക്കകത്ത് മുന്നേ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗ്രാമം നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ റോസ്മലയിലേക്ക് പോവാം. ഇവിടെ നിങ്ങളേക്കത് അതിമനോഹരമായൊരു ഗ്രാമമുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഒരു ബസ്സും കണ്ടാവും, ഒരു KSRTC ബസ് സർവീസ് നടത്തുന്ന സ്ഥലമാണ് ഈ റോസ്മല എന്ന് പറയുന്നത്. അതറിയാം നിങ്ങൾക്ക്?
ഇങ്ങോട്ട് ഒരു KSRTC ബസ് വരും. നമ്മളിപ്പോൾ വന്ന ഈ വഴി കൂടെ ഒരു KSRTC ബസ്സുണ്ട്. അതിൻ്റെ സമയം എനിക്കറിയാൻ പാടില്ല. രാവിലെയും വൈകിട്ടും ആ ബസ് ഇതിലെ സർവീസ് നടത്തുന്നുണ്ട്. വളരെ മനോഹരമായ യാത്രയായിരിക്കും KSRTCക്ക്. അത് ഡ്രൈവറൊക്കെ സമ്മതിക്കണം. ഇത്ര ഇടുങ്ങിയ റോഡിൽ ഒറ്റ ബസ്സേ പറ്റത്തുള്ളൂ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിന് പോകാനുള്ള സ്ഥലമില്ല, സ്പേസ് ഇല്ല. കണ്ട ബോർഡ് കണ്ട, റോസ്മല വ്യൂ ടവർ എന്ന് പറഞ്ഞിട്ട് കണ്ടേ. ഇത് ഈ വലതുവശമാണെന്നും പറഞ്ഞിട്ടാണ് ഞാൻ അവിടുത്തെ വലതുവശം കയറിപ്പോയത്. നൈസ് സ്ഥലമാണ്. വണ്ടി അത്യാവശ്യം ഹീറ്റായിട്ടുണ്ട് കേട്ടോ. ഫാൻ ഓണായി, റേഡിയേറ്റർ ഫാൻ ഓണായിട്ടുണ്ട്. കാരണം ഇത്രയും ഓഫ് റോഡ് കയറി വന്നതല്ലേ, ഹീറ്റ് ആവാതെ ഇങ്ങനെ ഇരിക്കും പാവം. ഇനി അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, വണ്ടി ഒന്ന് തണുക്കട്ട്. നൈസായിട്ട് പണി കിട്ടി ഗൈസ്. എനിക്ക് നൈസായിട്ട് അല്ല, അത്യാവശ്യം വലിയൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ റൈറ്റ് ചേർത്തെടുത്താൽ മതിയായിരുന്നു. ഇറക്കിക്കൊണ്ടിരിക്കുക ഞാൻ. അവിടെ ചെന്നെങ്കിൽ ചവിട്ടേണ്ടി വന്നു, അത് അബദ്ധമായി പോയി. കയറിയാൽ പോയാൽ മതിയായിരുന്നു. പൊക്കമില്ലായ്മ. അതാണ് ചത്തി ചത്തി ചത്ത്. എൻ്റെ ഭഗവാനെ ചത്തിയാൻ. ഹലോ ഗൈസ്, നമ്മൾ എത്തി. ടിക്കറ്റ് എടുക്കണം, എത്ര രൂപയാണോ എന്തോ മറന്നുപോയി. ഇവിടെ ₹50. ഒരാൾ. അങ്ങനെ നമ്മളിങ്ങ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഒന്നും പറയണ്ട. നിങ്ങൾ ഒരു കാരണവശാലും ഇത്ര വെയിറ്റുള്ള വണ്ടിയിൽ ഇങ്ങനെ ഓഫ് റോഡ് അടിച്ചുകൊണ്ട് വരാൻ നോക്കരുത്. പിന്നെ വഴിയിലൊക്കെ ആൾക്കാർ സഹായിക്കാൻ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എവിടെയെങ്കിലൊക്കെ ചെന്ന് ആരെങ്കിലുമൊക്കെ കാണും. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു, അടിപൊളി. സമയം വണ്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടായത് എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതും കൂടെ ഭയങ്കര പ്രശ്നമായിപ്പോയി. അപ്പോൾ അത് വിട്. നമ്മളിപ്പോൾ റോസ്മല എത്തിയിട്ടുണ്ട്. ഇതാണ് റോസ്മല. ആ ഒരു മനോഹരമായ വ്യൂ ഉണ്ടോ, മല നിരകൾ കണ്ടോ നിങ്ങൾ. ഇവിടെ 50 രൂപ ടിക്കറ്റ് എടുക്കണ്ടേ. അവിടെ കുറച്ച് അറിയിപ്പൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് ഇടരുത്, അങ്ങനെ ഇട്ടരുത് എന്നൊക്കെയുള്ള കുറച്ച് കാർഡല്ലേ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിപ്പുണ്ട്. പിന്നെ കണ്ടാണ്ട് ഇവിടെ പാറയുടെ മേളിക്കൂട്ട് ചെറിയ ഗേറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ആനയൊക്കെ ഇറങ്ങി വരാതിരിക്കാനേ കറണ്ട് കമ്പി ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഉരുണ്ട് കിടക്കുന്ന ഈ പാറയുടെ മേളിൽ കൂടെ നമുക്ക് പയ്യെ നൈസായിട്ട് മേലോട്ട് കയറി പോകണം. മുകളിൽ ചെന്നിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കട്ടെ. വണ്ടി ഓടിച്ച് കുഴങ്ങി. അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് പറഞ്ഞ ഇതൊക്കെയാണ്. എനിക്കിങ്ങനെ ഓഫ് റോഡ് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല. എൻ്റെ വണ്ടിയിൽ ഞാൻ ചാടിക്കയറി പോകും. പക്ഷെ അതിനകത്ത് അത് 6-7 വർഷമായിട്ട് കയ്യിൽ ഒതുങ്ങിയ വണ്ടിയാണ്. ഇത് ഇന്നലെ കയറി വന്നതല്ലേ, അതിനെ മെരുക്കി എടുക്കണം ഡോമിനാറിനെ.
കയറി വരുമ്പോഴേ ഇതാണ് ടവർ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് നോക്കി കയറിയില്ല മറിഞ്ഞടിച്ചിട്ട് വീഴും. ടവറിനതങ്ങ് ആരുമില്ല കേട്ടോ. റോസ്മല. ഈ റോസ്മല അന്നിക്കൽ ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ മാരകമായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു വ്യൂ ഉള്ളൂ, വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന്. പക്ഷേ ഇവിടെ വന്നത് നേരിട്ട് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സത്യം പറയാമല്ലോ, ഇത്രയ്ക്ക് ഭംഗി മുന്നേ ഞാൻ കണ്ടിട്ടില്ല. കാരണം മുന്നേ ഞാൻ വന്ന സമയത്ത് ഭയങ്കര വെയിലും ചെറിയ കോടയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത്രയും മനോഹരമായിട്ട് വ്യൂ എനിക്ക് മുന്നേ കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ടാണ് ഞാനിത് കാണുന്നത്. ഇതാണ് ടവർ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആ വെള്ളത്തിൻ്റെ കളർ നോക്കി, എന്താ പറയുക, ഈ പച്ച കളറിലെ വെള്ളവും ആ മണ്ണും ആ ഒരു ഐലൻഡുകളും ആ മലനിരകളും ആ വെള്ളം, ആ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഒരു കളറാണ് വരച്ച് വെച്ചേക്കുന്നത്. വാട്ടർ കളർ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ആ ഹെർട്ടിൻ്റെ രീതിയിൽ അവിടെ ഒരു ഇതുണ്ട്, ഐലൻഡുണ്ട്, ഹൃദയത്തിൻ്റെ ചിഹ്നം, ലവിൻ്റെ ചിഹ്നം, ആ രീതിയിലൊരു ഐലൻഡ് കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ട്. റോസ്മലയിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതാണ്. അതിമനോഹരമായ കാഴ്ച എന്ന് പറയാനും പോരാ, അതിമനോഹരമായ കാഴ്ച. കാരണം വന്നു കയറി ഞാൻ തന്നെ ഞെട്ടിപ്പോയി. വന്നു കയറി എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും വണ്ടി ഓടിച്ച് ഇത്രയും നടന്ന് കയറി വന്ന് ഭയങ്കരമായിട്ട് അണയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറേ നേരം റെസ്റ്റ് ചെയ്തതിൻ്റെ ഭംഗി ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഇത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു. എന്നെ തന്നെ ഞാൻ പഠിച്ച്, ഞാൻ വണ്ടിക്കകത്തിട്ട് ഞാൻ എന്തോ ഈ പറഞ്ഞ വലിയ ഭംഗിയൊന്നും ഇല്ല, ചെറിയ സംഭവമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാൻ ഞെട്ടിപ്പോയി. അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ വെള്ളത്തിൻ്റെ കളറും ആ ഒരു മണ്ണിങ്ങനെ ഇരിക്കുന്ന, മണ്ണിൽ നിന്ന് കുറച്ചുകൂടി കയറിയുള്ള കണ്ടൽ കാടുകളും, ഒരു മനോഹരം എന്ന് പറഞ്ഞാലും പോരാ, അതിമനോഹരമായിട്ടൊരു കാഴ്ചയായത്. അങ്ങനെ കണ്ണെടുക്കാൻ തോന്നില്ല എനിക്ക്. നമുക്ക് കുറച്ചും കൂടി അടുത്തോട്ട് ഇറങ്ങിച്ചെന്ന് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നന്നായേനെ. ഒരുപാട് പേര് പറയും റോസ്മലയിലങ്ങ് ചെന്ന് കഴിഞ്ഞാൽ വലിയ രസമൊന്നുമില്ല, ടവറിന് ഇവിടെ കയറി ചെന്ന് അതൊന്ന് കാണാനേ പറ്റത്തുള്ളൂ. ശരിയാണ്, നമുക്ക് ഫീൽ ചെയ്യാനില്ല, നമുക്ക് കാണാനുള്ളതേ ഉള്ളൂ. കാറ്റോ തണുപ്പോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല. പക്ഷേ കൺകുളിർക്കെ കാണാനുള്ളത് ഇവിടെ ഉണ്ട്. അതിമനോഹരമായ കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല മക്കളെ. റോസ്മല 50 രൂപ കൊടുത്ത് ഇവിടുത്തെ ദൂരം വന്ന് 50 രൂപയും കൊടുത്തിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനൊരു വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് നഷ്ടമല്ല, ഒട്ടും നഷ്ടമല്ല. ഓക്കെ ഗൈസ്, നമ്മളിപ്പം റോസ്മല കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. കുറേ നേരം ഇവിടെയൊക്കെ ഇരുന്നു, സുന്ദരമായിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു. തിരിച്ച് റിട്ടേൺ ഇറങ്ങി പോകാനായിട്ടാണ് നമ്മുടെ ഇനി അടുത്ത പ്ലാൻ. തിരിച്ച് പോകുമ്പോൾ നമ്മൾ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുമെന്ന് നമുക്കൊരു ഉറപ്പ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം എന്തെങ്കിലും എക്സ്ട്രീമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ ആ വീഡിയോസ് എടുക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ വീഡിയോസ് എടുക്കാനാണെങ്കിൽ ഒരുപാട് എടുക്കാനുണ്ട്. കാരണം ഫുള്ള് നമുക്കിവിടുന്ന് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് വീഡിയോ എടുത്താലും മതിവരത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മറ്റൊന്നുമല്ല ഗൈസ്, റോസ്മല അതിഭീകരമായൊരു സ്ഥലം തന്നെയാണ്.